ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് മക്കളെ വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പം വേനൽ ചൂടൊക്കെ മാറി ഇപ്പം നല്ല മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നൊരു വരൾച്ച കാണാനുണ്ടല്ലേ. അപ്പോൾ ഇത് ഞാൻ ആ ഒരു വേനൽക്കാലത്ത് ആ മഴ പെയ്യുന്നതിൻ്റെ കുറച്ച് ദിവസങ്ങൾ മുമ്പ് എടുത്തൊരു വീഡിയോ ആണ്. നല്ലൊരു അടിപൊളി എടത്തനാട്ടുകര തുറമാങ്ങയായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇപ്പം വയനാടൻ തുറമാങ്ങ എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും, പക്ഷേ എടത്തനാട്ടുകര തുറമാങ്ങ എന്ന് ആദ്യമായിട്ട് കേൾക്കും. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ഞാൻ ഉണ്ടാക്കിയ തുറമാങ്ങയാണ്. ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ പോലെ ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ. അപ്പം 2-3 ഐറ്റം ആക്കിയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് ഫസ്റ്റ് ഞാൻ നല്ല നാടൻ മാങ്ങ കിട്ടിയിട്ടുണ്ട്. ഇവിടെ വീട്ടിലുണ്ടായത് തന്നെയാണ്. അപ്പോൾ അത് തീരുന്നതിന് മുമ്പ് കുറച്ച് തുറമാങ്ങ ഉണ്ടാക്കണം എന്നുണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് അങ്ങനെ ആ ഒരു ചൂട് ഉള്ള സമയത്ത് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടോ. അപ്പോൾ ഇത് ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നിനുവിനും ഫെലൂനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഫെലൂനത് വയനാട്ടിൽ നിന്നൊക്കെ പണ്ടേ തിന്ന് ശീലമായിട്ട് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ 2-3 ഐറ്റം ആക്കിയിട്ട് നാടൻ മാങ്ങ കൊണ്ട് ഉണ്ടാക്കി, അതുപോലെ പെരിന്തൽമണ്ണത്തെ കിളിച്ചുണ്ട മാമ്പഴം കൊണ്ട് ഉണ്ടാക്കി, അങ്ങനെ ഒരു 2-3-4 പ്രാവശ്യമായിട്ട് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഉണ്ടാക്കുന്ന വീഡിയോയുടെ ഒരു സ്റ്റാറ്റസ് ഇട്ടപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അവന് വീണ്ടും കുറച്ച് ഉണ്ടാക്കണം തോന്നി, അങ്ങനെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ എൻ്റെ ചാനലിൽ ഒരുപാട് അച്ചാർ, നാച്ചുറലായിട്ടുള്ള ഒരുപാട് ഫുഡ് ഐറ്റംസിൻ്റെ വീഡിയോ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണണം. അപ്പോൾ ഇനി വീഡിയോ ഒന്ന് കാണാം. അപ്പം ഞാനിവിടെ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് നാടൻ മാങ്ങ എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ആവിക്ക് വേവിച്ചെടുത്തു. ഒരു 10-20 മിനിറ്റ് ചെറിയ ആവിക്ക് ഇങ്ങനെ വേവിച്ചെടുത്തു കേട്ടോ. അതിന് ശേഷം മാങ്ങ ചൂടാറിയതിന് ശേഷം ഇതൊന്ന് ചെത്തി പൂണ്ടെടുത്തു കേട്ടോ. എന്നിട്ട് അതിലേക്കുള്ള മസാല റെഡിയാക്കുകയാണ്. കുറച്ച് ഉലുവ, കടുക്, വറ്റൽമുളക് എന്നിവയൊക്കെ ഒരു ചെറിയ ചൂടിലിങ്ങനെ വറുത്തെടുത്തു. പിന്നെ കുറച്ച് ജീരകം ഇട്ടിട്ട് അതും വറുത്തെടുത്തു. എന്നിട്ട് കുറച്ച് ഉപ്പും മുളക് പൊടിയും ചേർത്ത് പിന്നെ വെറുതെ കുറച്ച് മസാല ആക്കിയിട്ട് തേച്ചു. പിന്നെ കുറച്ച് സുർക്കയും ചുടുവെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ മസാല ആക്കിയിട്ട് തേച്ചു കേട്ടോ. എന്നിട്ടിങ്ങനെ ഈ പൂണ്ടെടുത്തതിൻ്റെ ഉള്ളിൽ നിറച്ചിട്ട് അത് റൗണ്ടിൽ കെട്ടിയിട്ട് വെയിലത്തിട്ട് ഉണക്കുക ചെയ്തത് കേട്ടോ. പിന്നെ രണ്ടാമത് ഞാൻ ഉണ്ടാക്കിയപ്പം മാങ്ങ പൂണ്ടിട്ട് മാങ്ങ കട്ട് ചെയ്ത് ചെത്തി എടുത്തിട്ട് ആവിക്ക് വേവിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് പിന്നെ ഉപ്പ് പുരട്ടിയതിന് ശേഷം ഉണക്കി ഇതുപോലെ കുറച്ച് മസാല ഉണ്ടാക്കിയിട്ട് കുറച്ച് സുർക്കയും കുറച്ച് ചുടുവെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ മസാല പുരട്ടിയിട്ട് ഉണക്കി അങ്ങനെ എടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അന്നും പിറ്റേന്നൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു 2 വെയിൽ തട്ടിയിട്ട് അങ്ങനെ എടുക്കുക നല്ലത് കേട്ടോ. അതെല്ലാം നമുക്കൊരു വർഷത്തേക്കൊക്കെ എടുത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ നല്ലോണം വെയിൽ തട്ടിച്ച് ഉണക്കി ഒരു കൊട്ട തുറമാങ്ങയാവോളം ഉണക്കണം. എന്നിട്ട് കുപ്പിയിലോ ഭരണിയിലോ ആക്കി വെച്ചാൽ ഒരുപാട് നാൾ കേടുവരാണ്ടിരിക്കും. പിന്നെ നമുക്ക് ചോറ് തിന്നുന്ന സമയത്ത് ഇത്തിരി തൈരൊക്കെ ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ കൂടെ കുഴച്ചിട്ട് കഴിച്ചാൽ മതി കേട്ടോ. ഞാനിവിടെ 2-3 പ്രാവശ്യം ആക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ സോഫ്റ്റായിട്ട് 2 ദിവസത്തെ വെയിൽ തട്ടിയിട്ടാണെങ്കിൽ കേട് വരാണ്ടിരിക്കാൻ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കിത് ഒരുപാട് നാൾ എടുത്തു വെക്കാം. ഒരു 2 വർഷമൊക്കെ ഇങ്ങനെ ഭരണിയിലാക്കി വെച്ചാൽ ഇരിക്കും. അപ്പം പിന്നെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇത്തിരി തൈരൊക്കെ കൂട്ടി ഒന്ന് കഴിച്ചാൽ മതി. അല്ലെങ്കിൽ ഇത്തിരി വെള്ളത്തിലിട്ട് വെച്ചിട്ട് എടുത്ത് കഴിക്കുക. അതുപോലെ വെറുതെ മാങ്ങ ഉപ്പിട്ടിട്ട് ഉണക്കി വെച്ചിട്ട് അങ്ങനെ നമുക്ക് കറിക്ക് ഉപയോഗിക്കട്ടെ, അങ്ങനെയും ചെയ്യാറുണ്ട്. അപ്പം എല്ലാവരും മാങ്ങ സീസണിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കണം, നല്ലതാണ്. നമുക്ക് മാങ്ങ ഇല്ലാത്ത സമയത്ത് കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ പോയിട്ട് മറ്റ് വീഡിയോസൊക്കെ കാണട്ടെ. ഒരുപാട് ഇതുപോലെ നാച്ചുറലായിട്ടുള്ള പലഹാരങ്ങളും ഫുഡ് ഐറ്റംസും അതുപോലെ അച്ചാറൊക്കെ ഇടുന്ന വീഡിയോ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.